ഞങ്ങളിങ്ങനെ ദുബായ് കരാമയിലുള്ള ദേപുട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വന്ന ഒരു ക്ലയൻറ്റിൻ്റെ തന്നെ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും കൂടി ബർത്ത്ഡേ പാട്ടൊക്കെ ഇട്ടു. അവർ ക്ലാപ്പ് ചെയ്തു, കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളും ചിരിച്ച് കാണിച്ചു. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സാധനങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെ ആദ്യം തന്നെ 2 വെൽക്കം ഡ്രിങ്ക്സ് അവർ തരുന്നുണ്ട്. ഒന്ന് ഒരു സ്പൈസി ആയിട്ടുള്ള സാധനം, ഒന്ന് കറുകപ്പട്ടയാണെന്ന് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ്. പിന്നെ ഒരു മല്ലി വെള്ളം പോലത്തെ ഒരു സാധനം. ഇതെല്ലാം കൊള്ളായിരുന്നു. നല്ലൊരു ശുദ്ധമായ ഫീലൊക്കെ കിട്ടും, ഒരു ഹാപ്പി ഫീൽ നമുക്ക് കിട്ടും. കുഞ്ഞ് ഉറങ്ങിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. നമ്മുടെ CMO ഉറങ്ങാണ്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് പുട്ടാണ്. ഈ ഇരിക്കുന്നത് ചോക്ലേറ്റ് പുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം മാങ്കോ പുട്ടായതുകൊണ്ട് ഈ പ്രാവശ്യം വെറൈറ്റി പിടിച്ചതാണ്. പക്ഷേ അത് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റിയൊന്നുമില്ല. ചോക്ലേറ്റ് അങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല എല്ലാവർക്കും, എനിക്കങ്ങനെയല്ല. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പുട്ട് തിന്ന കോഴി. ഇതാണ് പുട്ട് തിന്ന കോഴി, കണ്ടാലും അങ്ങനെ പറയും. ഒരു 3 കുറ്റി പുട്ടാണ്. അതിൽ പുട്ടിങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം പൊടിച്ച് ചേർത്തിരിക്കുന്നു. കോഴീൻ്റെ ഒരു ഫുൾ കോഴീനെ 4 പീസാക്കിയിട്ട് ഇവർ ആ പുട്ടിൻ്റെ 4 സൈഡിലും വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോഴിയുടെ പ്രത്യേകത അത് വറുത്തിട്ടുള്ള കോഴി കറിയാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മടുക്കും, വയറെന്നറിയും. ഓക്കെ, ഞാൻ നന്നായിട്ട് കഴിച്ചു. ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇത് തീരില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല മക്കളെ. ഞാൻ കഴിച്ചിട്ട് പോലും ബാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു, സൂപ്പറായിരുന്നു. പുട്ട് തിന്ന കോഴിക്ക് 66 ദിർഹംസാണ് വരുന്നത്. ടോട്ടൽ ഒരു 100 ദിർഹംസ് ബില്ലായിട്ടുണ്ട്. 2 ജ്യൂസും കൂടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ലൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുറങ്ങി. പുട്ട് തിന്ന കോഴീനെ കഴിച്ച് കഴിച്ചപ്പോൾ കുഞ്ഞുറങ്ങിപ്പോയി. ഞങ്ങൾ പിന്നെ അവിടുന്ന് പതുക്കെ നടന്നു. ദേപുട്ടിൽ നിന്ന് ഞങ്ങളുടെ റൂമിലേക്കുള്ള നടത്തമാണ്. ഞാൻ കുഞ്ഞിനെ എടുത്ത് നടന്നു. കുഞ്ഞിനെ കാഴ്ചയെ കാണിച്ച് കൊടുത്തേണ്ടേയിരുന്നു. അത്യാവശ്യം ക്ലൈമറ്റ് തണുപ്പാണ്. ദുബായിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് ആദ്യമേയൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരുന്നു. പിന്നെ അവൾക്ക് തണുപ്പടിച്ചെന്ന് തോന്നുന്നു. അവളിങ്ങനെ എൻ്റെ ദേഹത്ത് ചൂട് തട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സരിത ഹാപ്പിയായിരുന്നു. പുട്ട് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല. അമ്മ സ്ക്രോളറും തള്ളിക്കൊണ്ട് ഞങ്ങളിവിടെ ഇങ്ങനെ വരുന്നു. അങ്ങനെ ദുബായ് തെരുവുകളിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, സുഹൃത്തുക്കളിൽ നടക്കുകയാണ്. ഹെൽത്തി ഫുഡ് ഫോർ വെൽത്തി മൂഡ്. കൊള്ളാം. ഫുഡ് കഴിക്കാൻ അതിൻ്റെതായ ഒരു ഫീലുണ്ട് കേട്ടോ. ഒരു വേറെ എന്ത് കഴിക്കണേക്കാൾ ഒരു ആവി കയറ്റിയുള്ള സാധനമായതുകൊണ്ടായിരിക്കണം. ദിലീപ് അങ്ങനെയാണിത് പണ്ട് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധമായ ഫുഡ് കഴിക്കാം, അതുകൊണ്ടാണ് ദേപുട്ട് എന്ന സംരംഭം. ഒരു പ്രാവശ്യം നടന്നതാണ് അകലും തോറും കുഞ്ഞെൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടന്നിട്ടിരുന്നു. നമുക്ക് പിന്നെ കാഴ്ചയൊന്നും കാണേണ്ട കാര്യം, തണുപ്പ് വരുന്നതുകൊണ്ടായിരിക്കണം. അമ്മ ഇങ്ങനെ ഇവിടെയുള്ള മാവോ എന്തൊക്കെയോ മരങ്ങളൊക്കെ നോക്കി വരുന്നുണ്ട്. അമ്മ വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നുള്ളതായിരിക്കും. സരിത ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്നറിയില്ല, പുട്ട് കഴിച്ചുകൊണ്ടാണോ? ഇത് കരാമയുള്ള സ്ഥലം. ഇവിടെ ഇഷ്ടംമാതിരി ഹോട്ടലുകളുടെ കേന്ദ്രമാണ് ഇത്. പല എമിറേറ്റ്സിൽ നിന്ന് ആൾക്കാർ ഫുഡ് കഴിക്കാൻ ഇവിടെ വരുന്നത്. കുഞ്ഞിങ്ങനെ ചേർന്ന് കിടക്കുവാണ് എൻ്റെ അടുത്തേക്ക്. സരിത എടുക്കണോ ചേട്ടാ, ഞാൻ കുഞ്ഞെടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേണ്ടാന്ന് പറയും. കാര്യം കുറച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ ഒരു ഇതൊക്കെ മാറിക്കും, വേദനയൊക്കെ മാറി. പിന്നെ നമ്മൾ തന്നെ റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ എന്നെ നോക്കിയൊരു ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഞാൻ അത്ര അവൾ എടുത്തതിൻ്റെ ഒരു റിഫ്ലക്ഷനാണെന്ന് തോന്നുന്നു. അവൾ ഭയങ്കര ഹാപ്പിയായിട്ട് എൻ്റെ കുറേ നേരം ഇരുന്ന് എൻ്റെ മുഖത്ത് അവളുടെ ഒരു ഇമോഷൻസ് എന്നെ കാണിച്ചു. ഒത്തിരി സന്തോഷമായി അത് കണ്ടപ്പോൾ.